കാന്തല്ലൂരിൽ നിന്നും അമിതമായി തടി കയറ്റി വന്ന ലോറി തട്ടി വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞു വീണ് നിർത്തിയിട്ടിരുന്ന സ്കൂട്ടർ തകർന്നു. മറയൂർ കാന്തല്ലൂർ റോഡിൽ സഹായഗിരിയിലാണ് ഞായറാഴ്ച വൈകിട്ട് 5:30 സംഭവം. തൊഴിലാളികൾ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. അനധികൃതമായ അളവിൽ തടി കയറ്റി വരുന്ന ഭാരവാഹനങ്ങളെ നിയന്ത്രിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. കാന്തല്ലൂരിൽ നിന്നും അമിതമായി തടി കയറ്റി വന്ന ലോറി തട്ടി വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞു വീണാണ് നിർത്തിയിട്ടിരുന്ന സ്കൂട്ടർ തകർന്നത്. മറയൂർ കാന്തല്ലൂർ റോഡിൽ സഹായഗിരിയിലാണ് ഞായറാഴ്ച വൈകിട്ട് 5:30 അപകടമുണ്ടായത്. തൊഴിലാളികൾ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. കീഴാന്തൂർ സ്വദേശി വിഷ്ണുവിന്റെ സ്കൂട്ടറാണ് തകർന്നത്. സർവീസ് ലൈനിൽ തടിലോറി തട്ടിയപ്പോൾ പോസ്റ്റ് ഒടിഞ്ഞ സ്കൂട്ടറിൽ പതിക്കുകയായിരുന്നു. വിഷ്ണു സമീപത്തെ പുതിയ കെട്ടിടത്തിലെ വയറിംഗ് ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് സംഭവം നടക്കുന്നത്. വൈകുന്നേരമായതിനാൽ ഈ പാതയിലൂടെ തൊഴിലാളികൾ സഞ്ചരിച്ചിരുന്നു. ലോറി മുട്ടി വൈദ്യുതി പോസ്റ്റ് വീണപ്പോൾ തൊഴിലാളികൾ ഓടി രക്ഷപ്പെട്ടതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. അപ്പോൾ ആളപകടം ഉണ്ടാകാത്തത് ഒരു അരമണിക്കൂർ കൊണ്ട് മുമ്പേ ആളുകളെല്ലാം പണി നിർത്തി പോയതുകൊണ്ട് ഇങ്ങനെ ഒരു വലിയ അപകടം ഒഴിവായി. ഇത് സാധാരണ കാന്തല്ലൂർ എന്ന് പറഞ്ഞ തടി ലോറികളെല്ലാം ഓവർ ലോഡ് കയറ്റി കൊണ്ടുവരുന്നതുകൊണ്ട് ഇതിനു മുമ്പും സർവീസ് ലൈന് അതുപോലെ ഇലക്ട്രിക് പോസ്റ്റ് ഇത് നിരവധി പോസ്റ്റ് ഒടിഞ്ഞിട്ടുണ്ട്. സർവീസ് വയറുകളും പൊട്ടിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല ഓവർ ലോഡ് കയറ്റി കൊണ്ടുവരുന്നതുകൊണ്ട് റോഡ് ഇങ്ങനെ താന്നു പുതിയ റോഡ് പണിതാലും ബാലൻസ് ഇല്ലാതെ റോഡ് വൺ സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും താന്നു പോകുന്ന ഒരു അവസ്ഥ. കാന്തല്ലൂർ മേഖലയിൽ നിന്ന് തടികൾ കൊണ്ടുവരുമ്പോൾ ഉയരം പരിമിതപ്പെടുത്താതെ വരുന്നതിനാൽ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയേറെയാണ്. ഇതിനിടയിൽ നടുറോഡ് വിട്ട് വശങ്ങളിലേക്ക് നീങ്ങാതെ തടിലോറികൾ സഞ്ചരിക്കുമ്പോൾ മറ്റു വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. കൂടാതെ പ്രദേശത്ത് ജീപ്പ് സവാരി അമിത വേഗത്തിൽ സർവീസ് നടത്തുന്നതിനാൽ അപകടം സംഭവിക്കുന്നതും സ്ഥിരക്കാഴ്ചയായി മാറുകയാണ്. വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ റോഡിലൂടെ അഭ്യാസ പ്രകടനം നടത്തുന്നതും മറ്റു വാഹനയാത്രക്കാർക്ക് ഭീഷണിയാകുന്നുവെന്നാണ് പരാതി. ന്യൂസ് ബ്യൂറോ, മറയൂർ.